കാലിലെ ഉണങ്ങാത്ത മുറിവുകൾ, നോൺ ഹീലിംഗ് അൾസേഴ്സ് ഇൻ ദ ലെഗ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ, അതായത് ഒരു 85% നമ്മുടെ വെയിനിനുണ്ടാവുന്ന, അതായത് കാലിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെയാണ് വെയിൻ എന്ന് പറയുന്നത്. ഈ വെയിനിനുണ്ടാവുന്ന അസ്വസ്ഥതകളാണ് വെരിക്കോസ് വെയിൻ, അല്ലെങ്കിൽ വളരെ ഉള്ളിലുള്ള ഡീപ്പ് വെയിനിലുണ്ടാവുന്ന ഒബ്സ്ട്രക്ഷനായ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ വെയിൻ റിഫ്ലെക്സ്. അങ്ങനെയുള്ള വെയിനിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവിടെയുള്ള രക്തചംക്രമണത്തെ ബാധിക്കുകയും അവിടുത്തെ സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഗ്രാജുവലി അതൊരു അൾസറായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതിനെ വീനസ് അൾസർ എന്ന് പറയും. അതുപോലെ തന്നെ ഒരു 10 to 15% ധമനികൾക്ക്, ആർട്ടറിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാരണമാകാറുണ്ട്. ഇതിനെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോപ്ലർ സ്റ്റഡി പോലെയുള്ള അൾട്രാസൗണ്ട് സ്കാനുകളിലൂടെയാണ് നമ്മൾ എന്തുകൊണ്ടിട്ടാണ് ഇത്തരമൊരു അൾസേഴ്സ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആംഗിൾ മൊബിലിറ്റി. നമ്മുടെ കണങ്കാലിൻ്റെ അനക്കം കുറവ് വരിക, കൂടുതൽ സെഡൻഡറി ആയിട്ട്, കൂടുതൽ വ്യായാമം ഇല്ലാത്ത അല്ലെങ്കിൽ നടത്തമൊന്നും ഇല്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ കാലിന് സ്വാധീനം കുറഞ്ഞ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ, അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ളവരിലും ഒക്കെ തന്നെയും ഈ കാലിൻ്റെ ആംഗിൾ മൊബിലിറ്റി കുറയുമ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് ആ സ്കിന്നിൻ്റെ പ്രോപ്പർ ഹെൽത്ത് മാറി അതിൻ്റെ ഹൈഡ്രേഷനൊക്കെ കുറഞ്ഞ് സ്കിന്നിന് ഡ്രൈ സ്കിൻ വന്ന് അവിടെ പതിയെ ചെറിയ റീസൺസ് കൊണ്ട് തന്നെ ചിലപ്പോൾ പലരും വരുന്നത് തന്നെ ചെറിയൊരു കൊതുക് കഴിച്ചു, ചൊറിഞ്ഞു, അതിൽ നിന്നൊരു വ്രണം ഉണ്ടായി, ആ വ്രണം വളരെ വലുതായി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വ്രണം വലുതാകുന്നതിന് മറ്റ് കുറച്ച് കോമോർബിഡിറ്റീസും കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് ചില ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ ഡയബറ്റിക് ആയ പേഷ്യൻസിന് മുറിവ് ഹീലാകാതിരിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ പ്രത്യേകിച്ച് ടുബാക്കോ യൂസൊക്കെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ അമിതമായി മദ്യപാനം, പുകവലി ഒക്കെ ഉള്ളവരിലും ഈ പറഞ്ഞതുപോലെ ഈ മുറിവുകൾ ഉണങ്ങാതെ നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചികിത്സയിലേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനെ റൂൾ ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സാമിനേഷൻ, ഈ പറഞ്ഞ പോലെ ഡോപ്ലർ സ്റ്റഡി ചെയ്ത് എന്താണ് കാരണമെന്നാണ് മനസ്സിലാക്കുക. ഈ പറഞ്ഞ പോലെ വെയിൻ ഇൻസഫിഷ്യൻസിയോ അല്ലെങ്കിൽ ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി ആണെങ്കിൽ അതിൻ്റെ മേജർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുക എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നനുസരിച്ചായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അവർക്ക് ആംഗിൾ മൊബിലിറ്റി എക്സസൈസുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് കാലിൻ്റെ പാദം ഉയർത്തുക, താഴ്ത്തുക പോലെയുള്ള വ്യായാമങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ വെയിനിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം ഒഴുകുന്നതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൽഡായ ചെറിയ അഭ്യംഗം പോലെയുള്ള ചെറിയ മൈൽഡായിട്ടുള്ള എണ്ണ തേപ്പ്, അതുപോലെ തന്നെ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുക. നമ്മൾ കാലിലിടുന്ന സ്റ്റോക്കിങ്സിൻ്റെ ഉപയോഗം, ഇതുപോലെ തന്നെ വെരിക്കോസിറ്റി ആയാലും അതുപോലെ ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പോലെയുള്ള കണ്ടീഷൻസിൽ പോലും നമുക്ക് ഈ ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ വൂണ്ടിനെ പെട്ടെന്ന് തന്നെ ഹീലാകാനും സഹായിക്കുന്ന ഒന്നാണ്. ഇതൊക്കെ ഉണ്ടായാലും നമ്മളെ അടുത്തൊക്കെ പേഷ്യൻസ് വരുമ്പോൾ ഒത്തിരി കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ്സും മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ട് മേ ബി ഒരു വർഷത്തോളമൊക്കെ, 1 വർഷം 2 വർഷമൊക്കെ ഹിസ്റ്ററി ആയിട്ടൊക്കെ ആയിരിക്കും ഉണങ്ങാത്ത മുറിവുകളുമായിട്ട് ഇവർ നടക്കുന്നതും വേദന അനുഭവിക്കുന്നതും. വളരെ ദുസ്സഹമായ വേദനയാണ് ഇതിന് അനുബന്ധമായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കാം, ഇമ്പോർട്ടൻ്റ്ലി അവർ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു നോൺ ഹീലിംഗ് അൾസർ എന്ന് പറയുന്നത് ആയുർവേദ കൺസെപ്റ്റിൽ രക്തദുഷ്ടിയാണ്. അപ്പോൾ രക്തദുഷ്ടിക്ക് പ്രധാനമായും 2 കാരണങ്ങളാണ് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒന്നാമത് നമ്മൾ ഡൈജഷൻ മൂലം, അതായത് ദഹന കുറവ് മൂലം ഉണ്ടാവുന്ന ടോക്സിൻസ്, ആമം എന്ന ആയുർവേദത്തിൽ വിശേഷിപ്പിക്കുന്ന ഈ ടോക്സിൻസ് രക്തത്തിലൂടെ നീളം ചംക്രമണപ്പെടുന്നു. അത് ഏറ്റവും കൂടുതൽ ഒരു മൊബിലിറ്റി കുറഞ്ഞ ഏരിയയിൽ അത് ലോക്കലൈസ് ചെയ്യുകയും ആ ഭാഗത്തെ സ്കിന്നിൽ അതിൻ്റെ എക്സ്പ്രഷൻസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗമായി ആദ്യമായിട്ട് തന്നെ നീര് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ പേഷ്യൻസിൽ കാണാറുണ്ട്. പലപ്പോഴും ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പ് തന്നെ ഈ ഒരു സിംറ്റംസും ഇല്ലാത്ത പേഷ്യൻസിൽ കാലിന് മാത്രം നീര് എന്നുള്ളതുമായിട്ട് കൊണ്ട് നടക്കും. പലപ്പോഴും അവർ കിഡ്നി സംബന്ധമായ പ്രശ്നമാണോ, ക്രിയാറ്റിനൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് സ്വയം ചികിത്സയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. പലപ്പോഴും ഇതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഡീപ്പ് വെയിൻ ത്രോംബോസിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലഡ് സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. ഇതിനുശേഷം വളരെ പതിയെ സാവധാനം അതിൽ നിന്നുള്ള എക്സിഡേറ്റ്സ് അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ടോക്സിൻസ് മൂലം ആ ഭാഗത്ത് പതിയെ വെരിക്കോസ്, എക്സിമ പോലെ ചൊറിച്ചിലുകൾ, അങ്ങനെയുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരികയും ഗ്രാജുവലിയാണ് അവിടെ ഒരു ഡിസ്കളറേഷനും അത് ആ ഭാഗത്ത് കറുപ്പ് നിറം വരിക, അല്ലെങ്കിൽ ചെറിയ പാച്ചി ആയിട്ടുള്ള ലീഷൻസ് വരിക, എന്നിട്ട് വളരെ സാവധാനം അൾസറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചികിത്സയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഹാരം, നമ്മുടെ വയറ് വളരെയധികം ശുദ്ധിയാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പഞ്ചകർമ്മ ശോധന ചികിത്സകൾ നമ്മൾ ചെയ്യാറുണ്ട്. പ്രോപ്പറായിട്ടുള്ള വിരേചനം പോലെയുള്ള, വയറിളക്കുന്ന പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടക്കത്തിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ എന്ന രീതിയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചികിത്സയിലേക്ക് സമീപിക്കുക തന്നെ. ഇതിന് ശേഷം ഇവർക്ക് പ്രോപ്പറായ ഒരു പഥ്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തദുഷ്ടി ഉണ്ടാവുന്ന
രക്തദുഷ്ടിക്ക് കാരണമാകുന്ന ദഹനം കുറയുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം. വളരെ ലൈറ്റായ ഡയറ്റ്, ദഹിക്കാൻ പ്രയാസമില്ലാത്ത വളരെ ലൈറ്റായിട്ടുള്ള ഫ്ലൂയിഡ് ഡയറ്റും അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന വൈറ്റമിൻ സി അടങ്ങിയ ധാരാളം ആമലകി അല്ലെങ്കിൽ നെല്ലിക്ക, സിട്രസ് ഫ്രൂട്ട്സുകൾ, ഇതൊക്കെ ധാരാളം നമ്മൾ ഇലക്കറികൾ ഇതൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻ ഡയറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പാല്, മുട്ട, ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാനും കൂടെ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, പിത്തദോഷത്തെ വൃദ്ധി അല്ലെങ്കിൽ പിത്തദോഷത്തെ കൂട്ടുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ, വിഹാരങ്ങൾ, ഇതൊക്കെ തന്നെയും ഈ രക്തദുഷ്ടിക്ക് കാരണമാണ്. അതായത് ഒത്തിരി ചൂടിനോട് എക്സ്പോസ്ഡ് ആവുക, സൺ എക്സ്പോഷർ ഒത്തിരി കൂടുക, ഒത്തിരി ഉഷ്ണവീര്യമുള്ള ആഹാരങ്ങൾ കഴിക്കുക, എരിവ് കൂടുതലുള്ളത്, പുളി കൂടുതലുള്ളത്, കൂടുതൽ മസാല ചേർന്നത്, ഇത്തരം സാധനങ്ങൾ, അതുപോലെ വളരെ ഡ്രൈഡും സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതുപോലെ മീനായാലും ഒക്കെ വറുത്ത് പൊരിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു പുറത്തു നിന്നുള്ള ആഹാരങ്ങളുടെ ജങ്ക് ഫുഡ്സിൻ്റെ കൂടുതൽ ഉപയോഗം, ഇതൊക്കെ തന്നെ രക്തദുഷ്ടിയെ കൂട്ടാനുള്ള കാരണമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോട്ടീൻ ഡയറ്റ്സ് എപ്പോഴും അതൊരു ഗുരു ആഹാരം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ, അത്തരം ആഹാരങ്ങൾ ഒഴിവാക്കാനും ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കണം പേഷ്യൻസിന്. ഇത് തന്നെ ക്രമീകരിച്ചുകൊണ്ട് അവരെ ഒന്ന് ഫോളോ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ദുഷ്ടരക്തത്തെ നമ്മൾ സിരാവേദം അല്ലെങ്കിൽ രക്തമോക്ഷം എന്ന ചികിത്സ, സിരാവേദം, ജലൂകാവചരണം, ലീച്ച് തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മളിതിൽ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടും വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ധാര, അതുപോലെയുള്ള വൂണ്ട് ഡ്രസ്സിങ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിൽ നിന്ന് ഈ പേഷ്യൻസിൻ്റെ സിംറ്റംസായ വേദന, അതുപോലെ നീര്, ഇവ കുറയുകയും ഗ്രാജുവലി വൂണ്ട് ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് വിരുദ്ധാഹാരം. രക്തദുഷ്ടിയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് വിരുദ്ധാഹാരങ്ങളാണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങളായി മാറുന്നതാണ് വിരുദ്ധാഹാരം. പാല് പുളിയുള്ള പഴങ്ങളോട് കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ പാലും മീനും ചേർത്തിട്ട്, അല്ലെങ്കിൽ തേൻ വീണ്ടും വീണ്ടും ചൂടാക്കുന്ന എണ്ണ, തേൻ ചൂടാക്കി കഴിക്കുന്നത്, അതുപോലെ കാലാവസ്ഥയ്ക്ക് വിപരീതമായിട്ട്, ഫോർ എക്സാമ്പിൾ നല്ല തണുത്ത് മഴയുള്ള സമയങ്ങളിൽ ദഹിക്കാൻ പ്രയാസമുള്ള കട്ടിയുള്ള ആഹാരം, ബിരിയാണി അല്ലെങ്കിൽ തൈര്, ഐസ്ക്രീം, അങ്ങനെ തണുത്ത സാധനങ്ങൾ കഴിക്കുക. വളരെ ചൂടുള്ള സമയത്ത് വളരെ ഉഷ്ണമുള്ള, വളരെ എരിവുള്ള, ഡ്രൈഡ് സ്പൈസി ആയിട്ടുള്ള ആഹാരം കഴിക്കുക. അതുപോലെ നമ്മുടെ ദേശത്തിനനുസരിച്ചുള്ള, അതായത് നമ്മൾ കൂടുതൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തന്നെ കുറേ കൂടെ വളരെ ഹോട്ട് ക്ലൈമറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൂടുതൽ ഉഷ്ണവീര്യമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും, അതുപോലെ നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥ, ഇപ്പോൾ പനിയോ അല്ലെങ്കിൽ കുറേ നാളായിട്ട് തന്നെ ദഹനമൊക്കെ ഇംപ്രോപ്പറായിട്ടിരിക്കുന്ന ആളുകൾ, അവർ പനി വന്നിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രോണിക് ഇൽനെസ് ഉള്ളവർ, ഇവർ ഈ പറഞ്ഞ പോലെയുള്ള ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ, പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ, തൈര്, അതൊക്കെ ഉപയോഗിക്കുന്നത് ഈ രക്തദുഷ്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ രക്തദുഷ്ടിക്ക് ഉതകുന്നതായിട്ടുള്ള ആഹാരവും വിഹാരവും കൺട്രോൾ ചെയ്തുകൊണ്ട്, വ്യായാമത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആംഗിൾ മൊബിലിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ടും, അതുപോലെ അവരുടെ മറ്റ് രക്തമോക്ഷ ചികിത്സയും പഞ്ചകർമ്മ ശോധനയും, അതിനുശേഷം അവർക്ക് റിജുവിനേഷന് വേണ്ടിയിട്ട് ആൻറ്റി ഓക്സിഡൻസ് ആയ മെഡിസിൻസും, അതുപോലെ തന്നെ രക്തത്തിൻ്റെ സാന്ദ്രത കൂട്ടാതെ അല്ലെങ്കിൽ രക്തം ഒഴുക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള അതിൻ്റെ ഫ്ലോയെ അതിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിൻസ്, ഗുഗുലുകളുടെ പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നമ്മളിതിൻ്റെ മരുന്നായിട്ട്, ആൻറ്റി കോയാഗുലൻസ് ആയിട്ടുള്ള ഗുഗുലു പ്രിപ്പറേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മളിതിനെ ചികിത്സ പരിപൂർണതയിൽ എത്തിക്കുന്നത്.